ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തുടക്കത്തിൽ തന്നെ കാര്യം മനസ്സിലായില്ലേ, നമ്മുടെ ഒരു കുഞ്ഞ് ഗെറ്റ് ടുഗദറാണ്. ഈ ഗെറ്റ് ടുഗദറിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ന്യൂ ഇയറിന് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, വീഡിയോസിൽ വന്നില്ലേ. നമ്മൾ കുറച്ച് ട്രിപ്പിലായിരുന്നു. നമ്മൾ മാത്രമല്ല, എല്ലാവരും ട്രിപ്പിലായിരുന്നു, എല്ലാവരും ബിസി ആയിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്നതല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കരുതി എല്ലാവരും ബാക്ക് ടു നോർമൽ ഡ്യൂട്ടി റൊട്ടീനിലേക്ക് കയറുന്നതിന് മുമ്പേ എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് കൂടാം, ഒരു ദിവസം വൈകുന്നേരം ചുമ്മാ എല്ലാവർക്കും ഒന്ന് കൂടാം എന്ന് കരുതി. പക്ഷേ ഈ കൂടൽ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അവസാനമായിട്ടായിരിക്കും നമ്മളെല്ലാവരും ഇത്രയും പേരും കൂടെ ഒരുമിച്ച് കൂടുന്നത്. കാരണം നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള പലരും ഇപ്പോൾ കൊഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോയില്ലോ. അപ്പോൾ ഈ കൂട്ടത്തിൽ മൂന്നാല് ഫാമിലി ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ പരിപാടികളൊക്കെ കുറയും, ഫങ്ഷൻസൊക്കെ കുറയും, അതേപോലെ ഇങ്ങനെ കാണുന്നതെല്ലാം കുറയും, എല്ലാം കുറയുമല്ലോ. അപ്പോൾ ഭയങ്കര മിസ്സിങ് ആയിരിക്കും. ഓരോരുത്തരെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വിളിക്കുമ്പോഴും നമ്മുടെ പരിപാടി കൂടുമ്പം അവരെ മിസ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നാളെ ഇപ്പോൾ കൂടെ ഉള്ളവരെ മിസ് ചെയ്യാൻ പോകുന്നുവല്ലോ എന്നോർത്തിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ അതിന് മുമ്പേ ഒരു മെമ്മറി എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ഒരുമിച്ച് കൂടാമെന്ന് കരുതി. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞു മക്കളുടെ കുഞ്ഞു പരിപാടികളും, അതേപോലെ എല്ലാവർക്കും ഒരുമിച്ചൊരു ഫുഡ് കഴിക്കാം, കേക്ക് കട്ട് ചെയ്യാം, കുഞ്ഞു സന്തോഷങ്ങൾ പങ്കുവെക്കാം, അങ്ങനെ കൂടിയ ഒരു ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ അമ്മുക്കുട്ടിയുടെ ഡാൻസോട് കൂടിയാണ് കേട്ടോ പരിപാടി തുടങ്ങിയത്. അപ്പോൾ അവരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരൊരു 3 പേരായിരുന്നല്ലോ, 2 പേര് പോയി. അപ്പോൾ അവരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരുമിച്ച് കുറേ പാട്ടുകൾ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ കളിക്കലാണ്. അപ്പം അമ്മുക്കുട്ടി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഒരു പാട്ടിലാണ് കളിച്ചത്. അതിനുശേഷം നമുക്ക് ട്വിൻസ് ഉണ്ടല്ലോ, അതിലൊരാളുടെ പാട്ടാണേ. അടുത്ത പാട്ട് പാടുന്നത് അടുത്ത ആളാണ്. പക്ഷേ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒരുപോലെ കണ്ടാലിരിക്കും. വേദ വൈഗ, അവരുടെ ഒരു പാട്ടില്ലേ, ഭയങ്കര നമ്മുടെ ഒരു ഓഡിറ്റോറിയത്തിനെ മൊത്തം സൈലൻ്റ് ആക്കുന്ന രീതിയിലുള്ള പാട്ടാണ്. ഭയങ്കര സൂതിങ് ആയിട്ടുള്ള ഒരു വോയിസാണ് അവരുടേത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് പുതിയ കപ്പിൾസ് ആയിട്ടുള്ള നിമ്മുൻ്റെ വകയായിരുന്നു ഏറ്റവും ലാസ്റ്റ് പാട്ട്. അവളുടെയും വോയിസ് ഭയങ്കര അടിപൊളി വോയിസാണ്, അടിപൊളി പാട്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് പരിപാടികൾക്കൊക്കെ ശേഷം എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചേക്കാമെന്ന് കരുതി.
ഫുഡ് എപ്പോഴത്തെയും പോലെ നമ്മുടെ മാക്സിമം പ്രിഫർ ചെയ്യുന്നത് പീക്സിലെ ബിരിയാണിയാണ്. ഇവിടെ ആൻഡമാനിൽ പീക്സിലൊരു കേരള സ്റ്റൈൽ ബിരിയാണി കിട്ടുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അധികം ഓയിൽ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ നല്ല ഒരു വയറിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള അടിപൊളി ഒരു ചിക്കൻ ബിരിയാണിയാണ്. കൂടെ നമ്മുടെ സലാഡും അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് നമ്മൾ കുറഞ്ഞു, നമ്മൾ വല്ലാണ്ട് ആൾക്കാരില്ലാണ്ടായി എന്നുള്ളത്. ഒരു 10, 80, 100 പേരുണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് കുറഞ്ഞ് 10, 30 പേരിലേക്ക് ചുരുങ്ങുമ്പോൾ ഭയങ്കര മിസ്സിങ് ആണ് എല്ലാവരെയും. അപ്പം കുറച്ചാൾ കഴിയുമ്പോൾ ഒരു 1.5-2 മാസം കഴിയുമ്പോൾ ഇവരെയും ഒരുമിച്ച് കാണാൻ പറ്റില്ലല്ലോ എന്നോർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ പോയത് ITF-നാണ്, അതായത് ഐലൻഡ് ടൂറിസ്റ്റ് ഫെസ്റ്റിവലാണ്. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ 2024 തുടങ്ങിയിട്ട് 2025 ജനുവരി അങ്ങനെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പോയിരുന്നു കേട്ടോ. ഈ കേരളത്തിന് പുറത്തു പോയിട്ടേ എവിടുന്ന് മലയാളം കേട്ടാലും നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതുപോലെയായിരുന്നു ഈ പാട്ട് കേട്ടപ്പോൾ ഇവിടെ മലയാളം പ്രോഗ്രാംസിൻ്റെ പാട്ടൊക്കെ ഉണ്ടോ എന്നിങ്ങനെ വിചാരിച്ചു. ഇവിടെ കുറേ മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിനിടയ്ക്ക് തന്നെ നമ്മൾ ഇങ്ങനെ കാണാനൊക്കെ ഒരുപാട് നമ്മുടെ സ്റ്റോളുകൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി സാധനങ്ങളൊക്കെ മേടിക്കാം. കമ്പാരിറ്റീവ്ലി അടിപൊളി സാധനങ്ങൾ കിട്ടും കേട്ടോ ഫെസ്റ്റിനൊക്കെ പോയാലും. പിന്നെ പ്രോഗ്രാം എല്ലാം കാണുന്നുണ്ട്, അതേപോലെ സ്റ്റോളുകളെല്ലാം വിസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഈ പ്രാവശ്യം ഇല്ലേ ഷോപ്പിംഗ് ചെയ്യാനൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്കും വലിയൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടാണ് ഈ ഒരു പരിപാടിക്ക് ചെയ്യുന്നത്. ആ ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. കുറച്ച് സമയം എടുക്കും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒറ്റയ്ക്ക് ചെയ്യേണ്ടേ എല്ലാം. അതുകൊണ്ടാണ്. പിന്നെ അപ്പം സ്റ്റോളുകളുണ്ട്. പിന്നെ കുറേ ഫുഡ് സ്റ്റാളുകളുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ഒരു ഫുഡും കഴിച്ചില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫുഡൊക്കെ കഴിച്ച വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറേ എക്സിബിഷൻ പോലെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിട്ട നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോയിലുള്ള ലൈം സ്റ്റോൺ കേവ് ഇല്ലേ, അതിൻ്റെ മോഡലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വൈറ്റ് സിമെൻറ്റ് പോലെയുള്ള എന്തെങ്കിലും സാധനം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും. പക്ഷേ അടിപൊളിയായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ ഒരുപാട് വേറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സാധനങ്ങൾ മേടിക്കാനൊക്കെ, അതായത് നമ്മുടെ ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്, ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അടിപൊളിയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാം. ഇവിടെ കൂടുതൽ വുഡ് അല്ലെങ്കിൽ നമ്മുടെ മുള അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളായിരിക്കും. തെങ്ങ്, ചിരട്ട, ചകിരി അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ അക്വേറിയം ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. പിന്നെ അതേപോലെ പല പല സ്ഥലങ്ങളുടെ, അതായത് ആൻഡമാനിലെ തന്നെ പല പല സ്ഥലങ്ങളുണ്ടല്ലോ, ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, വ്യൂ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ ചെറിയ ചെറിയ മോഡലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഐലൻഡ്സും ഒരുപോലെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഈ അടുത്തതായിട്ട് നമുക്ക് റോസ് ആൻഡ് സ്മിത്ത് ഇപ്പം കണ്ടില്ലേ, ആ ഐലൻഡിൽ പോയി വീഡിയോ ഇടാം കേട്ടോ. പിന്നെ മഡ് വോൾക്കാനോ ഉണ്ട്, അതേപോലെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, അതൊക്കെ കാണാൻ അതിൻ്റെയൊക്കെ ഒരു ചെറിയ മോഡലിൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാം. അതിനെക്കുറിച്ച് മറ്റേ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കാം. പിന്നെ പണ്ടത്തെ ജറാവാസിൻ്റെയും അതേപോലെ അവിടുത്തെ ആദിവാസി ആൾക്കാരൊക്കെ പണ്ട് കാലങ്ങളിൽ എങ്ങനെ ജീവിച്ചിരുന്നു, അവരുടെ ആ ഒരു ലൈഫ് എങ്ങനെയാണ്, അവരുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, അവരുടെ ജീവിത ശൈലി എങ്ങനെയാണ്, അവരുടെ വേഷവിധാനങ്ങൾ, വസ്ത്രവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ, അതൊക്കെ ഒരു വട്ടം കാണുമ്പോൾ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടു, ഈ വർഷം കണ്ടു എന്നാവുമ്പം പക്ഷേ വെറൈറ്റി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം കണ്ട അതേ സാധനം അല്ല. നന്നായിട്ട് പണിയെടുത്ത് നന്നായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പരിപാടിയാണ്. 1 മാസത്തോളം നീണ്ടു നിന്നൊരു പരിപാടിയല്ലേ. പിന്നെ നമുക്ക് മേടിക്കാനുള്ളതാണ്. ഇപ്പോൾ എവിടെ ചെന്നാലും ഞാൻ മേടിക്കുന്ന ഒരേ ഒരു സാധനമാണ് നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ. ചെറിയ സാധനങ്ങൾ, വലിയ വലിയ സാധനങ്ങൾ മേടിക്കാനുള്ള പേടി എന്താണെന്ന് വെച്ചാൽ
നമ്മൾ പോകുമ്പോൾ ഇതെല്ലാം പെറുക്കി എടുത്തുകൊണ്ട് പോകണമല്ലോ. പോയിട്ട് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കൊണ്ടുപോകുമ്പോൾ ഇത് തന്നെ ഒരു വലിയ ലഗേജ് ആവും, നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് തന്നെ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഫ്രിഡ്ജ് മാഗ്നറ്റാണ് എപ്പോഴും എല്ലായിടത്തുനിന്നും മേടിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ കുഞ്ഞു മക്കൾക്കുള്ള ചെറിയ ചെറിയ ഇങ്ങനെ ടോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവരോടൊക്കെ ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. കണ്ടോ, തുള്ളി കളിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ നിൽക്കും. ഒരാൾ ചെയ്താൽ പിന്നെ അതനുസരിച്ച് ബാക്കി എല്ലാവരും കോപ്പി അടിച്ച് അങ്ങനെ നിൽക്കും. പിന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വരുന്നതെന്ന് ഓർക്കുമ്പോൾ അങ്ങ് വിട്ട് കൊടുക്കും. എല്ലായിടത്തും ഇരുന്ന് ഇറങ്ങി എല്ലാം ഇതായിട്ടാണ് വരിക. എന്നാലും കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു വെക്കും. കാരണം ഇതാണ് അറ്റ് ലാസ്റ്റ് ഉണ്ടാവുന്ന മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മളെല്ലാവരോടും കൂടി കുറേ വായി നോക്കി, പിന്നെ കുറേ നേരം വർത്തമാനം പറഞ്ഞു, പിന്നെ കുറേ നേരം പരദൂഷണം പറഞ്ഞു, പിന്നെ കുറേ നേരം കുറേ പേരെ കമൻ്റൊക്കെ അടിച്ച് മാക്സിമം എൻജോയ് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ദിവസം അങ്ങനെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ പൊതുവേ ഭക്ഷണം കഴിക്കേണ്ടവരെല്ലാം പോയി കഴിച്ചു, നമ്മൾ വേണ്ട വിചാരിച്ചു. കാരണം വീട്ടിൽ നിന്ന് ഓൾറെഡി ഭക്ഷണം കഴിച്ചിട്ടും പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടും ഒക്കെ പെട്ടെന്ന് തീരുമാനിച്ചൊരു പ്ലാനിങ് ആയതുകൊണ്ട് അങ്ങനെയാണ് വന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ലാസ്റ്റിൽ എല്ലാവർക്കും കൂടെ എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഐസ്ക്രീം കഴിച്ചിട്ട് തിരിച്ച് പോരുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം ഈ ഒരു സാധനമില്ലേ, ആകാശത്തേക്ക് ഇങ്ങനെ പറത്തി വിടുന്ന സാധനം എല്ലാ കുട്ടികൾക്കും മേടിച്ചു കേട്ടോ. പക്ഷേ സംഭവം ഭയങ്കര ഡേഞ്ചറാണ്. കാരണം അത് അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്ക് നല്ല പണി കിട്ടും. ആ ഒരു റബ്ബർ ബാൻഡ് അല്ലേ, അത് വന്ന് അടിച്ചിട്ട് എല്ലാവരുടെയും കൈവേദന എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു അന്തരീക്ഷത്തിലായതുകൊണ്ട് ആരും കരഞ്ഞില്ല എന്ന് മാത്രം, പ്രത്യേകിച്ച് ശമ്പൂട്ടനൊക്കെ കേട്ടോ. നല്ല വേദന എടുത്തു, കുറച്ച് കരഞ്ഞു, അങ്ങനെ അങ്ങ് നിർത്തി, അത്രേ ഉള്ളൂ. എന്നാലും ഒരു സന്തോഷം. എന്നാലും പൊട്ടാതെ വീട്ടിലെത്തുന്നിടം വരെ കളിച്ചുകൊണ്ടിരുന്നു, അത് തന്നെ വലിയ സമാധാനം. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ പിരിഞ്ഞു. ഇത് നമ്മുടെ കുഞ്ഞൊരു ഗെറ്റ് ടുഗദറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. മേ ബി ഇങ്ങനൊരു ഗെറ്റ് ടുഗദർ ഇനി ഉണ്ടാവില്ല എന്ന് വേണം പ്രതീക്ഷിക്കാൻ. അപ്പം എന്നാലും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ കൂടാ കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം.